Salam Namaste. Hi, welcome back to my YouTube channel. If you're new here, I am Dr. Sharon Paul Palathingal and I make videos on life, motivation and dentistry. സ്റ്റഡി മിസ്റ്റേക്സിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഐ കാർഡിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇത് അതിൻ്റെ പാർട്ട് 2 ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 4 സ്റ്റഡി മിസ്റ്റേക്സ് ആണ്. സോ വിത്തൗട്ട് ഫർദർ ado, let's get into the video. ആദ്യത്തെയാണ് മൾട്ടി ടാസ്കിങ്. കുറെ പേരുടെയും ഒരു ചിന്താഗതിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് എന്തോ വലിയ ഗമയായിട്ടാണ് എല്ലാവരും പൊതുവെ പറയാറുള്ളത്. പക്ഷേ ശരാശരി ഒരു മനുഷ്യന്റെ ബ്രെയിനിന് താങ്ങാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിലും കൂടുതൽ അതിനെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ അത് ബ്രേക്ക് ഡൗൺ ആയി പോകും. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഫിനിഷ് ഓഫ് ചെയ്യാൻ സാധിക്കും. വായു പിടിച്ച് വാരി വലിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കുന്നതാണോ, അതോ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പ്ലാനിങ്ങോട് കൂടി ബ്രെയിനിന് സ്ട്രെസ്ഫുൾ ആകാതെ കൺസിസ്റ്റന്റ് ആയി പെർഫെക്റ്റ് ആയി ചെയ്യുന്നതാണോ നല്ലത്? നിങ്ങൾ ചൂസ് ചെയ്യൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റഡി മിസ്റ്റേക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും മൾട്ടി ടാസ്കിങ് ചെയ്യരുത്. പഠിക്കുന്നതിൻ്റെ ഇടയിൽ ലാപ്ടോപ്പ് തുറന്നു വെച്ച് ഒരു 10 ടാബുകൾ തുറന്നു വെക്കുകയാണെന്ന് ഇരിക്കട്ടെ. 1 ഗൂഗിൾ, സംശയങ്ങൾ നോക്കാൻ. 2 യൂട്യൂബ്, ഇതുപോലെ നിങ്ങൾ സ്റ്റഡി വീഡിയോസ് ഒക്കെ കാണും. 3ാമത്തത് ചിലപ്പോൾ ചുമ്മാ ഇൻട്രസ്റ്റ് ആയിരിക്കും, എന്തെങ്കിലും റാൻഡം കാര്യങ്ങൾ നോക്കാൻ ബ്രേക്ക് ടൈമിൽ. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മൾട്ടി ടാസ്കിംഗ് ആണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇത്ര അധികം ടാബുകളുടെ ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സൈഡിൽ ഒരു ബുക്ക് കീപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ വരുന്നത് നോട്ട് ഡൗൺ ചെയ്യാൻ. ആ ഒരു സ്റ്റഡി സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുക്ക് സോഴ്സോ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. പഠിക്കുന്ന ആ ഒരു സെഷൻ നിങ്ങൾ ഒരു 1 hour പഠിക്കുന്നുണ്ടെന്നിരിക്കട്ടെ. ആ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരിക്കലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഓടിപ്പോകാതിരിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഗൂഗിളിൽ എടുത്ത് പോവുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ അതിൽ നിന്ന് തെന്നി മാറി വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലായതുകൊണ്ടാണ് അത് ഒഴിവാക്കണം എന്ന് പറയുന്നത്. സോ മൾട്ടി ടാസ്കിങ് ഒരിക്കലും ചെയ്യരുത്. ഒരൊറ്റ സബ്ജക്റ്റ്, ഒറ്റ ടോപ്പിക്ക് നിങ്ങൾ ഒരു 1 hour സെഷനിൽ പഠിക്കുകയാണെങ്കിൽ വേറൊന്നും അതുമായി കൂടിക്കലർത്താതെ ആ ഒരൊറ്റ സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേഷനോട് കൂടി പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുക. 2ാമത്തെ ടിപ്പാണ് ഹൈലൈറ്റിംഗ് എവറിത്തിങ്. ചിലർ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ട്, കാണുന്ന എല്ലാ സെന്റൻസുകളും ഹൈലൈറ്റ് ചെയ്ത് വെക്കും. ഹൈലൈറ്റേഴ്സിന്റെ യൂസ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് ഇതിലും എനിക്ക് എംഫസൈസ് ചെയ്യാനുള്ളത്. ഹൈലൈറ്റിംഗ് എവറിത്തിങ് ഈസ് ലൈക്ക് ഹൈലൈറ്റിംഗ് നത്തിങ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ ഈച്ച് ആൻഡ് എവറി സെന്റൻസ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ആ ടോപ്പിക്കിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓർമ്മയിൽ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. സോ ഓൾവേസ് ടേക്ക് കെയർ ടു നോട്ട് ഓവർ ഡു ഇറ്റ്. ഹൈലൈറ്റിംഗ് നല്ലൊരു സ്റ്റഡി മെത്തേഡാണ്, പക്ഷേ ഓവർഡു ചെയ്യരുത്. നമുക്ക് എങ്ങനെ ഇതിനെ കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്യാം എന്ന് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ചെറിയൊരു ടോപ്പിക്ക്, ടൂത്ത് മൊബിലിറ്റി. പല്ല് ഇളക്കം തട്ടുന്നതിൻ്റെ ആ ഒരു സ്റ്റേജിനെ പറയുന്നതാണ് ടൂത്ത് മൊബിലിറ്റി. ക്ലിനിക്കലി ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ആ പേഷ്യൻ്റെ പല്ലിന് മൊബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അസസ്മെൻറ്റ് പ്രൊസീജിയറാണ് ടൂത്ത് മൊബിലിറ്റി നോക്കുന്നതിൻ്റെ ഈ ഒരു ഗ്രേഡിംഗ്. ഈ ഗ്രേഡിംഗ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ, മില്ലേഴ്സ് ക്ലാസിഫിക്കേഷൻ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആദ്യം ടൂത്ത് മൊബിലിറ്റി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പ്രോഗ്നോസിസിനും ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങിനും വേണ്ടിയാണ് ടൂത്ത് മൊബിലിറ്റി അസസ്മെൻറ്റ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ട്. അപ്പോൾ ജെന്റ്ലി ടാപ്പ് ചെയ്തിട്ട് എങ്ങനെ ബക്കൽ ലിംഗ്വൽ ഡയറക്ഷനിൽ 2 ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് പുറകിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ആയിട്ട് പല്ലിനെ തട്ടിയിട്ട് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു ടൂത്ത് മൊബിലിറ്റി. പിന്നെ അത് 2 ടൈപ്പ് മൊബിലിറ്റി ഉണ്ട്, ഫിസിയോളജിക്കലുണ്ട്, പെത്തോളജിക്കലുണ്ട്. പിന്നെ മില്ലേഴ്സ് ക്ലാസിഫിക്കേഷൻ, ഇതാണ് മെയിൻ കാര്യം. ക്ലിനിക്കലി പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾക്ക് ഗ്രേഡ് അറിയണം. ഗ്രേഡ് അറിയാൻ വേണ്ടിയുള്ള ക്ലാസിഫിക്കേഷനാണത്. ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മൊബിലിറ്റി ലെസ് ദാൻ 1 mm. ഗ്രേഡ് 2 ഹൊറിസോണ്ടൽ മൊബിലിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 mm. ഗ്രേഡ് 3 ഹൊറിസോണ്ടൽ മൊബിലിറ്റി ഗ്രേറ്റർ ദാൻ 2 mm. അല്ലെങ്കിൽ വേർട്ടിക്കൽ മൊബിലിറ്റി കൂടെ ഉള്ളതാണ് ഗ്രേഡ് 3. ഗ്രേഡ് 3 ഏറ്റവും കൂടുതൽ പല്ലിന് ആട്ടം തട്ടിയിട്ടുള്ള പല്ലിനെയാണ് ഗ്രേഡ് 3 മൊബൈൽ പല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗ്രേഡ് 1ഉം 2 എന്ന് പറഞ്ഞാൽ 1 mm എറൗണ്ട് വരുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ ഞാൻ ആദ്യം റീഡ് ചെയ്ത് പോയപ്പോൾ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം ഫസ്റ്റ് റീഡിങ്ങിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്.
നെക്സ്റ്റ് ഒരു പ്രാവശ്യവും കൂടെ ഈ ടോപ്പിക്ക് ആദ്യം മുതൽ വായിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ടോപ്പിക്കിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇവിടെ സൈഡിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുന്നത്. ആദ്യം ടൂത്ത് മൊബിലിറ്റി എന്താന്ന് പറയുന്നുണ്ട്, യൂസ്ഡ് ഫോർ എന്തിനാന്ന്. അപ്പോൾ യൂസ്ഡ് ഫോർ എന്നെഴുതാം. എന്തൊക്കെയാ? പ്രൊഗ്നോസിസിനും ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മൊബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന്, ഹൗ. ഓക്കെ, ഹൗ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുണ്ട്. ജെന്റ്ലി ടാപ്പിംഗ് ദ ടൂത്ത് ഇൻ ബക്കൽ ലിംഗ്വൽ ഡയറക്ഷൻ വിത്ത് 2 ഇൻസ്ട്രുമെൻറ്റ്സ്. പിന്നെ എത്ര ടൈപ്പ് മൊബിലിറ്റീസ് ഉണ്ടെന്നുണ്ട്, ടൈപ്സ് ആണത്, ടൈപ്സ്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മില്ലേഴ്സ് ക്ലാസിഫിക്കേഷൻ. മില്ലേഴ്സ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അങ്ങനെ നോട്ട് ഡൗൺ ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ തവണയായി ഞാൻ ഇത് വായിക്കുന്നത് കേട്ടോ. ഇറ്റ്സ് എ മോഡ് ഓഫ് റിവിഷൻ ഓൾസോ. ഇനി തേർഡ് മോഡ് ഓഫ് റീഡിങ്, ഫസ്റ്റ് മുതൽ തേർഡ് മോഡ് ഓഫ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഏത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലുള്ള കീവേഡ്സ് എന്തൊക്കെയാണെന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പഠിക്കുന്ന എക്സാം അനുസരിച്ചായിരിക്കണം ഞാൻ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഞാനൊരു എബ്രോഡ് എക്സാമിന് വേണ്ടിയാണ് പഠിക്കുന്നതെങ്കിൽ, മീൻസ് ലൈക്ക് എ കോമ്പറ്റിറ്റീവ് എക്സാം, മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള പോലത്തെ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എനിക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കലി വരുന്ന കേസ് അനുസരിച്ചാണ് എൻ്റെ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വായിക്കുമ്പോൾ എനിക്കൊരിക്കലും BDSൽ തിയറി പരീക്ഷയ്ക്ക് പഠിച്ച രീതിയിൽ എനിക്കിത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, എൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏത് ഭാഗമായിരിക്കും എക്സാമിന് ചോദിക്കുക, അല്ലെങ്കിൽ ഏത് ഭാഗമായിരിക്കും എക്സാമിന് റിലേറ്റ് ചെയ്ത് വരിക, ക്ലിനിക്കൽ ബേസ്ഡ് സെനാറിയോ ക്വസ്റ്റ്യൻസ് ആണ് കോമ്പറ്റിറ്റീവ് എക്സാംസിനൊക്കെ വരുന്നത്. അപ്പോൾ ക്ലിനിക്കലി ബേസ് ചെയ്ത് എനിക്ക് ഈ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, അതാണ് ഞാൻ ഈ ടോപ്പിക്കിൽ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്ത് മാർക്ക് ചെയ്യേണ്ടത്. കാര്യം എൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്താണെന്നുള്ളതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ടൂത്ത് മൊബിലിറ്റി ടോപ്പിക്കിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ മില്ലേഴ്സ് ക്ലാസിഫിക്കേഷൻ, ഗ്രേഡ് 1, 2 and 3. ഇതാണ് എൻ്റെ ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാര്യം യൂസ്ഡ് ഫോർ എന്താണെന്നും ഹൗ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ടൈപ്സും ഞാൻ ഓൾറെഡി എൻ്റെ BDS കാലഘട്ടത്തിൽ ഞാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സോ എനിക്കിതിൻ്റെ ബേസിക് അറിയാം. ഈ മുൻവശത്തെ ഇത്രയും സെക്ഷനും അതിൻ്റെ ബേസിക് ആയിരുന്നു. ആ ബേസിക് ഓൾറെഡി എനിക്കറിയാം. അപ്പോൾ റിവിഷൻ ടൈമിൽ രണ്ടാമതെടുത്ത് ഞാൻ റിവൈസ് ചെയ്യേണ്ടത് ക്ലിനിക്കലി ബേസ്ഡ് ആയിട്ടുള്ള മില്ലേഴ്സ് ക്ലാസിഫിക്കേഷനാണ് ഞാൻ റിവൈസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് മില്ലേഴ്സ് ക്ലാസിഫിക്കേഷൻ മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഒന്ന് പേജ് മറിച്ചെടുക്കുമ്പോൾ എനിക്ക് ഈ ഒരു ടൂത്ത് മൊബിലിറ്റി ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്താ റിവൈസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇതിൽ കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെയാണ് നിങ്ങൾ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്ത് പഠിക്കേണ്ടത്. ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെ ടെക്സ്റ്റ് വായിക്കാമെന്ന് ഈ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചതെന്ന് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ, സയൻസ് എന്നൊരു സബ്ജക്റ്റാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, ഇപ്പോൾ അതിൽ ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. അതിൽ ബയോളജിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇതേപോലെ ഒരൊറ്റ കളറ് ഒരു സബ്ജക്റ്റിന് അങ്ങനെ യൂസ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാര്യം നിങ്ങളുടെ ബ്രെയിനിൽ അത് നല്ല അടുക്കും ചിട്ടയായിട്ട് ഓർമ്മയിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കളർ കോഡിംഗ് ഒരു സബ്ജക്റ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഓർഗനൈസ്ഡ് ഫോമിൽ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വളരെയധികം അത് സാധിക്കും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. സയൻസ് എന്ന സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൂന്നിനും 3 കളറുകൾ യൂസ് ചെയ്യുക. 3 കളറുകൾ യൂസ് ചെയ്യുക. കെമിസ്ട്രിക്ക് ഒരു കളറ്, ബയോളജിക്ക് ഒരു കളറ്, ഫിസിക്സിന് ഒരു കളർ. എല്ലാം കൂടെ ഇട്ട് മിക്സപ്പ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വെക്കരുത്. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫോമിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും അതിൻ്റെതായ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫോമിൽ തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ കാണിച്ച എക്സാമ്പിളിൽ ഓൾറെഡി 3 ടൈംസ് നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഒരുപോലെ തന്നെ വായിച്ചു. ഫസ്റ്റ് റീഡിങ്ങിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തു. സെക്കൻഡ് റീഡിങ്ങിൽ നമ്മൾ ആ ഓരോ ലൈനിൽ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുള്ള സബ്ജക്ട്, ആ ഒരു പാരഗ്രാഫിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ നമ്മൾ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്ത് മാർക്ക് ചെയ്തത്. അപ്പോൾ 3 ടൈംസ് ഓൾറെഡി റീഡ് ചെയ്തു ആ ഒരു ടോപ്പിക്ക്. 4th റീഡിങ് നമ്മൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോഴാണ് നമുക്കൊരു ടോട്ടൽ ഐഡിയ കിട്ടുന്നത് ആ ടോപ്പിക്കിനെ പറ്റി. അതിനുശേഷമാണ് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, അത് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും, നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ പഠിക്കുന്നത് ആ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ BDSന് അല്ലെങ്കിൽ ഇപ്പോൾ UG ഡിഗ്രിക്ക്, അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുന്ന ശൈലിയിൽ വേണം നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളവർക്കാണ് 12 മാർക്ക് 8 മാർക്ക് 3 മാർക്കൊക്കെ ഉള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം നിങ്ങൾ ഓരോ ടോപ്പിക്കും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ. തേർഡ് സ്റ്റഡി മിസ്റ്റേക്ക് ആണ് ഇഗ്നോറിംഗ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഒരു സബ്ജക്റ്റ് ആദ്യമേ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിഫർ ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ആദ്യം അനലൈസ് ചെയ്യാം. അത് നമ്മളുടെ പഠനത്തിനെ വളരെയധികം ഹെൽപ്ഫുൾ ആക്കും. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നില്ലെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ടോപ്പിക്കുകൾ പ്രീവിയസ് ഇയറിലൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ആ ടോപ്പിക്കുകൾ നമുക്കൊരു സ്റ്റാറോ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എപ്പോഴും നമ്മളുടെ ബ്രെയിനിനെ ഒന്ന് നോട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കാം. ആ ടോപ്പിക്കുകൾ വേണം ആദ്യം നോക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴും ഈ ടോപ്പിക്സ് ആയിരിക്കണം നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഓക്കെ. നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എയ്ഡ്സ് എന്ന പേഷ്യൻസിനെ പറ്റിയുള്ള ടോപ്പിക്ക്. എയ്ഡ്സ് പേഷ്യൻസിന് പ്രൈമറി ആയിട്ട് കാണിക്കുന്ന സിംറ്റംസ് ഓറലി ആണ് കാണപ്പെടുന്നത്, വായിലാണ് കാണപ്പെടുന്നത് പ്രൈമറി സിംറ്റംസ്. ഇപ്പം നമ്മളുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വരികയാണ്, എയ്ഡ്സ് പേഷ്യൻ്റ് വരികയാണെന്ന് ഇരിക്കട്ടെ. നമ്മൾക്ക് ഈ എയ്ഡ്സിൻ്റെ പ്രൈമറി സിംറ്റംസ് അറിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ജിഞ്ചിവൈറ്റിസോ അല്ലെങ്കിൽ സാധാരണ മോണരോഗമാണ് എന്ന് കണക്കാക്കപ്പെടുന്ന ചില കേസുകൾ പോലെയൊക്കെ ചിലപ്പോൾ തോന്നാം നിങ്ങളുടെ പേഷ്യൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം. പക്ഷേ നിങ്ങൾ പ്രൈമറി സിംറ്റംസ് ഓഫ് എയ്ഡ്സ് നന്നായി പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലീഷൻസ് ഈ ഒരു ഗംസിലുള്ള കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം ഇത് എയ്ഡ്സ് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ആണോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതെങ്ങനെ അനലൈസ് ചെയ്യാൻ സാധിക്കും? അപ്പോൾ പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെന്നിരിക്കട്ടെ, സാധാരണ ഒരു മോണരോഗമാണെന്നുള്ളൊരു സെൻസിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു, സ്കെയിലിംഗ് ഒക്കെ ചെയ്തു, പല്ലൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വിട്ടു, അസിസ്റ്റൻറ്റും ഡോക്ടറും യാതൊരുവിധ സേഫ്റ്റി പ്രിക്കോഷൻസും എടുത്തിട്ടില്ലായിരുന്നു എന്നിരിക്കട്ടെ. നിങ്ങളുടെ ജീവനും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽസിൻ്റെ ജീവനും കൂടെ അല്ലേ ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് ആക്കിയത്. ആ സിറ്റുവേഷനൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, കൂടുതലൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ആ ടോപ്പിക്കുകളിൽ കൂടുതൽ എംഫസൈസ് ചെയ്ത് അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ്, നമുക്കത് കൂടുതൽ റിവ്യൂ ചെയ്ത് നമ്മൾക്കത് മനസ്സിൽ നിലനിർത്തണം എന്ന് അറിയാമായിരുന്നിട്ടും നമ്മൾ വിട്ടുകളഞ്ഞ ചില ടോപ്പിക്കുകളാവാം അതൊക്കെ. പക്ഷേ ലൈഫിലെത്തുമ്പോൾ ജോബ് ഫീൽഡിലേക്ക് എത്തുമ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആവും. ആ ടൈമിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു മട്ടിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും നിങ്ങൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് യു ഡിഡ് നോട്ട് റിക്കോഗ്നൈസ് ദ ഏർലി മാനിഫെസ്റ്റേഷൻ ഓഫ് എയ്ഡ്സ്. ക്ലിനിക്കിൽ നിങ്ങൾക്ക് വന്ന ആ പേഷ്യൻ്റെ ഏർലി മാനിഫെസ്റ്റേഷൻ കാണിച്ചത് നിങ്ങൾ റിക്കോഗ്നൈസ് ചെയ്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കും നിങ്ങളുടെ സ്റ്റാഫിനും ഇൻഫെക്റ്റഡ് ആയത്. യു ഡിഡ് നോട്ട് സ്റ്റഡി ദ ടോപ്പിക് വൈൽ യു ആർ ടേക്കിംഗ് യുവർ ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാന്നുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും മാറ്റി വെക്കാതെ പഠിക്കാൻ ശ്രദ്ധിച്ചോളൂ. ഓക്കെ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഫോർത്ത് സ്റ്റഡി മിസ്റ്റേക്ക് ആണ് നോട്ട് റിവൈസിങ്. റിവ്യൂവിങ് അല്ലെങ്കിൽ റിവിഷൻ നന്നായിട്ട് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത ഒരാളുടെ നോട്ട്സ് കണ്ടാൽ നന്നായിട്ട് പഠിക്കാനൊക്കെ തോന്നും, ചിലപ്പോൾ പഠിച്ചിട്ടും ഉണ്ടാകും. പക്ഷേ റിവിഷൻ നന്നായി ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഇത്രയും എഫേർട്ട് ഇട്ട് ഉണ്ടാക്കിയ നോട്ട്സോ ഹൈലൈറ്റിങ്ങോ ഒന്നും നമുക്ക് ബെനിഫിഷ്യൽ ആകാതെ ആയിപ്പോകും. സ്റ്റഡിങ്ങിന് ഷെഡ്യൂൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ റിവിഷനും ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ ഉറപ്പായും ശ്രദ്ധിക്കണം. അതുപോലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റിനെല്ലാം ദ നമ്പർ ഓഫ് റിവിഷൻസ് ഷുഡ് ബി മോർ. അതുപോലെ തന്നെ കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനുള്ള ടോപ്പിക്കുകളും കൂടുതൽ റിവിഷൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ടൈം പഠിക്കുമ്പോൾ ഈ സ്റ്റഡി മിസ്റ്റേക്സ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ. എന്റെ 1.6K സബ്സ്ക്രൈബേഴ്സിന് ആദ്യമേ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് ഇൻ മീ. അപ്പോൾ ശരി, ആ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് അടിച്ചു പൊട്ടിച്ചേക്ക് ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ. അടുത്തൊരു ടോപ്പിക്കായി പിന്നീട് കാണാം. ഓക്കെ, ബൈ.